അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും സവിശേഷതകളുള്ള ഒരു സൃഷ്ടിയാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. മറ്റു സൃഷ്ടികളിൽ ഇല്ലാത്ത പല കഴിവുകളും മനുഷ്യനുണ്ട്. ചിന്താശേഷിയും സത്യവും അസത്യവും നന്മയും തിന്മയും വേർതിരിച്ച് മനസ്സിലാക്കാനുള്ള വിവേചന ബുദ്ധിയും കൊണ്ട് അനുഗ്രഹീതനാണ് മനുഷ്യൻ. ഈ അനുഗ്രഹങ്ങളെ എല്ലാം നൽകി അള്ളാഹു മനുഷ്യനെ ഭൂമിയിലേക്ക് അയച്ചത് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുവാനും അവന് സമ്പൂർണമായി കീഴൊതുങ്ങി ജീവിക്കാനുമാണ്. മനുഷ്യൻ എന്തുകൊണ്ടാണ് പ്രത്യേകമായ സൃഷ്ടിപ്പായത്? മനുഷ്യൻ ജന്മന ജിജ്ഞാസുവാണ്. അതായത് കുട്ടിക്കാലത്ത് തന്നെ കളിപ്പാട്ടങ്ങൾ തല്ലി ഉടച്ച് അതിനുള്ളിൽ എന്താണ് എന്ന് അറിയാനുള്ള താല്പര്യങ്ങൾ അവൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്നു. ശരീരം വളരുന്നതനുസരിച്ച് അവൻ്റെ ചിന്തകളും വളരുന്നു. തനിക്ക് ചുറ്റുമുള്ള ജീവജാലങ്ങളെക്കുറിച്ചും മൃഗങ്ങളെക്കുറിച്ചും പ്രപഞ്ചത്തെക്കുറിച്ചും സൃഷ്ടി വൈഭവങ്ങളെക്കുറിച്ചും അവൻ ചിന്തിക്കാൻ തുടങ്ങുന്നു. മനുഷ്യൻ തന്നെക്കുറിച്ച് പഠിക്കാൻ ശ്രമിച്ചാൽ തന്നെ സൃഷ്ടാവിൻ്റെ വൈഭവം കണ്ടെത്താൻ സാധിക്കുന്നതാണ്. തൻ്റെ ശരീരത്തിലെ അതിസൂക്ഷ്മവും സങ്കീർണവുമായ ആന്തരിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന നാഥനെ അവൻ നമിച്ചു പോകും. ഏത് സൃഷ്ടിയെക്കുറിച്ച് ചിന്തിച്ചാലും സൃഷ്ടാവിൻ്റെ ഈ സൃഷ്ടി വൈഭവം കണ്ടെത്താൻ കഴിയുന്നതാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു ജൈവ അജൈവ വസ്തുക്കളെക്കുറിച്ച് ചിന്തിക്കുവാൻ ഖുർആനിലൂടെ മനുഷ്യനെ പ്രേരിപ്പിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറയുന്നു, അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്. ഒട്ടകത്തിൻ്റെ നേർക്ക് അവർ നോക്കുന്നില്ലേ, അത് എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്ന്. വഇലസ് സമാഇ കൈഫ റുഫിഅത്. ആകാശത്തിലേക്ക് അവർ നോക്കുന്നില്ലേ, അത് എങ്ങനെ ഉയർത്തപ്പെട്ടിരിക്കുന്നു എന്ന്. വഇലൽ ജിബാലി കൈഫ നുസിബത്. പർവ്വതത്തിലേക്ക് അവർ നോക്കുന്നില്ലേ, അവ എങ്ങനെ നാട്ടി നിർത്തപ്പെട്ടിരിക്കുന്നു എന്ന്. വൈലൽ അർളി കൈഫ സുതിഹത്. ഭൂമിയിലേക്ക് അവർ നോക്കുന്നില്ലേ, അത് എങ്ങനെ പരത്തപ്പെട്ടിരിക്കുന്നു എന്ന്. അള്ളാഹു മറ്റൊരു സ്ഥലത്ത് പറയുന്നു, വഫിൽ അർളി ആയാതുൽ ലിൽ മൂഖിനീൻ വഫി അൻഫുസികും അഫലാ തുബ്സിറൂൻ. ദൃഢവിശ്വാസമുള്ളവർക്ക് ഭൂമിയിൽ പല ദൃഷ്ടാന്തങ്ങളുണ്ട്, നിങ്ങളിൽ തന്നെയും പല ദൃഷ്ടാന്തങ്ങളുണ്ട്, എന്നിട്ട് നിങ്ങൾ കണ്ടറിയുന്നില്ലേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ മനുഷ്യരോട് ചോദിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും പറയുന്നു, ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. തീർച്ചയായും മനുഷ്യനെ നാം ഏറ്റവും നല്ല ഘടനയോടുകൂടി സൃഷ്ടിച്ചിരിക്കുന്നു. അതായത് മനുഷ്യന്റെ ശരീരത്തിലെ നിസ്തുലമായ ഘടനവും അതിൻ്റെ സങ്കീർണമായ പ്രവർത്തനങ്ങളും വിസ്മയം തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്, യാ അയ്യുഹൽ ഇൻസാനു മാ ഗർറക ബിറബ്ബിക്കൽ കരീം. ഹേ മനുഷ്യ, ഉദാരനായ നിന്റെ രക്ഷിതാവിൻ്റെ കാര്യത്തിൽ നിന്നെ വഞ്ചിച്ചു കളഞ്ഞതെന്താണ്? അല്ലദീ ഖലഖക ഫസവ്വാക ഫഅദലക. നിന്നെ സൃഷ്ടിക്കുകയും നിന്നെ സംവിധാനിക്കുകയും നിന്നെ ശരിയായ അവസ്ഥയിലാക്കുകയും ചെയ്തവനത്രയവൻ. ഫീ അയ്യി സൂറത്തിൻ മാ ശാഅ റക്കബക. അള്ളാഹു ഉദ്ദേശിച്ച രൂപത്തിൽ നിന്നെ സംഘടിപ്പിച്ചവനാണ്. അതുകൊണ്ട് മനുഷ്യനാണ് ഭൂമിയിലെ ഏറ്റവും അത്ഭുതമായ സൃഷ്ടി എന്ന് നമ്മൾ മനസ്സിലാക്കണം.